മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്കു തന്നെ നീ മടങ്ങിപ്പോകും. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം വിഭൂതി ബുധൻ ആചരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഓർമ്മ ആചരിക്കുന്ന തപസ്സുകാലത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വിഭൂതി മാനസാന്തരത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമാണ്. പഴയ നിയമകാലത്ത് മാനസാന്തരത്തിൻ്റെ അടയാളമായി ജനങ്ങൾ തലയിൽ ചാരം പൂശുകയും ചാക്കുവസ്ത്രം ധരിക്കുകയും ചെയ്തിരുന്നതായി ബൈബിളിൽ പരാമർശങ്ങളുണ്ട്. തങ്ങൾ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അവർ ചാരം പൂശുന്നത്. സഭാ പാരമ്പര്യമനുസരിച്ച് യേശു 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മയാചരണം കൂടിയാണ് ഈ തപസ്സുകാലം. ഇന്നേ ദിവസം വൈദികൻ ഓരോ വിശ്വാസിയുടെയും ശിരസിൽ ചാരം പൂശുമ്പോൾ ഉച്ചരിക്കുന്ന വചനമാണ് മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്കു തന്നെ നീ തിരികെ പോകുക എന്നത്. ഈ വചനം ഓരോ വിശ്വാസിയുടെയും കാതിൽ പതിക്കുമ്പോൾ തൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് അവൻ ബോധവാനാകുന്നു. പവിത്രമായ ഈ ആചാരം മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് അവനെ ബോധവാനാക്കുകയും ദൈവത്തോട് അനുരഞ്ജപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ തപസ്സുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം കടന്നു പോന്ന വഴികളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. പാപിയായ മനുഷ്യന് അനുതാപവും അതുവഴി ദൈവത്തിൻ്റെ കരുണയും ആവശ്യമാണെന്ന് ഈ ദിവസം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് പിന്തിരിയുക എന്ന ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം. തപസ്സുകാലം വിഭൂതി ബുധനിൽ തുടങ്ങി ഉയർപ്പ് ഞായറിൽ അവസാനിക്കുന്നു. ഈ നോമ്പുകാലത്തിന് അനുയോജ്യമായ ജീവിതം നയിച്ചുകൊണ്ട് യേശുവിൻ്റെ ഉയർപ്പിനായി നമ്മെ തന്നെ ഒരുക്കാം. ഉയർപ്പ് തിരുനാൾ അർത്ഥവത്തായി ആഘോഷിക്കാൻ നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യയാഗം ഭക്തിയോടും അനുതാപത്തോടും കൂടി നമുക്കർപ്പിക്കാം. ൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമാ ഒരു സ്വരമാ അണയാമീ ബലിവേദിയിൽ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമം ഈ വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു:
ഇസ്രായേലിൻ്റെ പാപത്തെ പ്രതി കരഞ്ഞപേക്ഷിച്ച മനുഷ്യരുടെ നെറ്റിത്തടങ്ങളിൽ മാലാഖമാർ കടന്നു വന്ന് മുദ്ര പതിപ്പിച്ചു. നെറ്റിത്തടങ്ങളിൽ മാലാഖമാർ കടന്നു വന്ന് മുദ്ര പതിപ്പിച്ചു. മുദ്ര പതിപ്പിക്കലിൻ്റെ അനുസ്മരണമെന്നോണം വീണ്ടും ഇതാ ഒരു വിഭൂതി ബുധൻ കൂടെ. ഓരോ വിഭൂതി ബുധനും നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. ഒന്ന്, ശിരസിൽ ചാരം പൂശിയ നീ തീർച്ചയായും ദൈവത്തിൻ്റെ മുദ്ര ഉൾക്കൊള്ളുന്നവനാണ്. രണ്ട്, ശിരസിൽ ദൈവത്തിൻ്റെ മുദ്രയുള്ള നീ ഉറപ്പായും പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് സുന്ദരമായ ഓർമ്മകൾ. എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ചാരത്തിൽ നിന്നും നാഥൻ്റെ ചാരയേക്കുള്ളൊരു യാത്രയാകട്ടെ ഈ നൊയമ്പ് കാലഘട്ടം. നാഥനോടൊപ്പം ഉപവസിച്ചുകൊണ്ട് ദൈവിക കൃപകൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന വിഭൂതി ബുധനും ഒപ്പം ക്രിസ്തുവിനോടൊപ്പമുള്ളൊരു യാത്രയാകുന്ന 40 ദിനരാത്രങ്ങളിലെ നൊയമ്പ് കാലഘട്ടവും ഏവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധമായ ഉപവാസം വഴി ക്രിസ്തീയ പോരാട്ടത്തിന് ഒരുക്കം സമാരംഭിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നരകീയ ശക്തികൾക്കെതിരായി പോരാടുന്ന ഞങ്ങൾ ആത്മസംയമനത്തിൻ്റെ സഹായത്താൽ ശക്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു? സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ. ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് ഇവരുടെ ദൈവമെന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നതെന്തിന്? അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളിൽ കനിയണമേ. കർത്താവെ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു, കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു,
കർത്താവെ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. കർത്താവെ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. കർത്താവെ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തുകളയരുതേ. കർത്താവെ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. കർത്താവെ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. കർത്താവെ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. കർത്താവെ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു: സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു: മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്.
തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ. രക്ഷകനായ യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കുട്ടിക്കാലത്ത് ഏറ്റവും ആവേശത്തോടുകൂടെ ദേവാലയത്തിലേക്കും ശേഷം ഉടനെ വിദ്യാലയത്തിലേക്കും പോയിരുന്ന ദിവസങ്ങളിലൊന്നാണ് വിഭൂതി ബുധൻ. കാരണം മറ്റൊന്നുമല്ല, ഒരല്പം നേരത്തിന് ശേഷം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശിരസിൽ അണിയാൻ പോകുന്ന ചാരത്തിൻ്റെ കുരിശ് തന്നെ. വിഭൂതി ദിനത്തിലെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് അതിവേഗം വീട്ടിലെത്തി കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് വികാരി അച്ഛൻ വരച്ച വികൃതമായ കുരിശ് മായ്ച്ചു കളഞ്ഞ് മുഖത്തിൻ്റെ ചേർച്ചയ്ക്കനുസരിച്ച് മനോഹരമായ ഒരു കുരിശ് വരയ്ക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ, അഭിമാനത്തോടെ, മറ്റുള്ളവർ കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ ആ കുരിശുമായി പിന്നീട് വിദ്യാലയത്തിലേക്ക് യാത്ര. കുരിശ് അന്ന് എനിക്ക് ഒരാഭരണമായിരുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്കും പലപ്പോഴും ജീവിതത്തിൽ കുരിശ് ഒരാഭരണമായി മാറാറുണ്ട്. വിദ്യാലയത്തിലേക്കും ജോലിസ്ഥലത്തിലേക്കുമൊക്കെ പോകുന്നതിന് മുൻപ് കണ്ണാടിക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ മുഖത്തിന് ചേരുന്ന തരത്തിലുള്ള ഒരു കുരിശും വരച്ച് എത്രയോ വിഭൂതി ദിനങ്ങൾ നാം നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കുരിശ് അത് ഒരടയാളമാണ്, അതൊരിക്കലും നമുക്ക് ആഭരണമല്ല. കുരിശ് അത് ആഭരണമല്ല, അതൊരടയാളമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നൊയമ്പ് കാലത്തിൻ്റെ എല്ലാവിധ പുണ്യങ്ങളും ജനിക്കുക. വിഭൂതി തിരുനാളിൻ്റെ, കരിക്കുറി തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനയോടെ നേരട്ടെ. വിഭൂതി ബുധനെ കുറിച്ചുള്ള എൻ്റെ കുട്ടിക്കാലത്തെ പക്വതയില്ലായ്മയിലെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. സഭയുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതേ വിഭൂതി തിരുനാളിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള പരിവർത്തനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. തെർത്തുല്യൻ എന്ന വേദപണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞു വെച്ചു: തെറ്റുകൾ ഏറ്റുപറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, ചാക്കൊടുക്കുക, ചാരം പൂശുക, അതാണ് പശ്ചാത്താപത്തിൻ്റെ ഏറ്റവും പ്രകടനമായ ലക്ഷണം. യൂസിബൂസ് എന്ന ചരിത്ര പണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞു വെച്ചു: സഭയിലേക്ക് തന്നെ തിരികെ എടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ചാക്കൊടുത്ത് ശിരസിൽ ചാരം പൂശി ഒരു വിശ്വാസി പരിശുദ്ധ പിതാവിൻ്റെ പക്കൽ എത്തിയത്രേ. 1900 ബനവെന്തോ കൗൺസിൽ പ്രകാരം ഉർബൻ രണ്ടാമൻ പാപ്പ റോമാ സാമ്രാജ്യത്തിലെ എല്ലാ ജനങ്ങളും പശ്ചാത്താപത്തിൻ്റെ പ്രകടനമായ അടയാളമായി ശിരസിൽ ചാരം പൂശണമെന്ന ഒരു പ്രഖ്യാപനം നടത്തി. ഇതിനെയാണ് ഫിരിയോ കൊർത്തോ ചീനൂസ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് വിഭൂതി ബുധൻ, ആഷ് വെനസ്ഡേ ഇത്രമാത്രം ലോകത്തിൽ പ്രസിദ്ധമാക്കപ്പെട്ടത്. ഇന്ന് നാം കാണുന്ന തരത്തിൽ ആഷ് വെനസ്ഡേ അഥവാ വിഭൂതി ബുധൻ എത്തുവാൻ പിന്നീടും കാലങ്ങളെടുത്തു. പോൾ ആറാമൻ പാപ്പയുടെ പെനിത്തമെനി എന്ന രേഖ മൂലമാണ് ഇന്ന് നാം കാണുന്ന തരത്തിൽ വിഭൂതി ബുധന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സഭയിൽ രൂപാന്തരപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഇന്നും സഭയുടെ അധ്യക്ഷനായ പരിശുദ്ധ പിതാവ്
എല്ലാ വിഭൂതി ബുധനാഴ്ചകളിലും റോമിലുള്ള സെയിന്റ് അക്യൂനാസ് കത്തീഡ്രലിൽ നിന്ന് സാന്ത സബീന എന്ന കത്തീഡ്രലിലേക്ക് വിശ്വാസികളുമായി യാത്ര ചെയ്യാറുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ വിശ്വാസികളും താനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഐക്യത്തിൻ്റെ ഫലമായി ശിരസിൽ ചാരം പൂശുക. അങ്ങനെ നാൾക്ക് നാൾ സഭയിൽ നീണ്ടുനിന്ന പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം കാണുന്ന തരത്തിൽ വിഭൂതി ബുധൻ ആചാരത്തിൽ വന്നത്. പ്രിയമുള്ളവരെ, രണ്ടാം വായനയിൽ നാം വായിച്ചു കേട്ടു, ഇതാണ് ഏറ്റവും സുന്ദരമായ നിമിഷം, ഇതാണ് ഏറ്റവും സ്വീകാര്യമായ സമയം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ. നൊയമ്പിൻ്റെ 40 ദിനരാത്രങ്ങളിലൂടെ നൊയമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പശ്ചാത്താപ വിവശരായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് തിരികെ എത്തുവാനുള്ള സുന്ദരമായ നിമിഷത്തിൻ്റെ ആരംഭ ദിനം. സഭ നീണ്ടു നിൽക്കുന്ന 40 ദിനരാത്രങ്ങളിലെ നൊയമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മെ ഈ വിഭൂതി ബുധനിൽ ക്ഷണിക്കുന്നു. 40 ഈ സംഖ്യയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഏകദേശം 146 തവണ 40 എന്ന സംഖ്യ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 40 ദിനരാത്രങ്ങൾ നിങ്ങൾ നൊയമ്പിൻ്റെ ആചരണത്തിലൂടെ കടന്നു പോകണമെന്ന് കത്തോലിക്ക സഭ നമ്മോട് നിഷ്കർഷിക്കുന്നതും. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ദൈവം മോശയെ വിളിച്ചപ്പോൾ മൂശ 40 വർഷക്കാലത്തോളം ഈജിപ്തിലും 40 വർഷക്കാലത്തോളം മരുഭൂമിയിലും ജീവിച്ച് കഴിഞ്ഞിരുന്നു. ഇനി 40 വർഷക്കാലമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ വാഗ്ദാന ഭൂമിയുമായി ഭൂമിയിലേക്കുള്ള യാത്രയിൽ അലഞ്ഞ് നടന്നത്. ദൈവിക പ്രമാണങ്ങൾ ദൈവം രൂപീകരിക്കുവാൻ വേണ്ടി മൂശയെ സീനായ് മലയിലേക്ക് വിളിച്ചപ്പോൾ അവിടെയും അവൻ എടുത്തു 40 ദിനരാത്രങ്ങൾ. ഇനിയുമുണ്ട് 40 എന്ന സംഖ്യയുടെ പ്രത്യേകതകൾ. നോഹയുടെ പെട്ടകം ആറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു നിന്ന് 40 ദിവസത്തെ പ്രളയത്തിന് ശേഷമാണ് ആദ്യമായി ഒരു പക്ഷിയെ നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത്. ആ പ്രാവാകട്ടെ ജീവന്റെ നാമ്പായി തിരികെ കടന്നു വരികയും ചെയ്തു. ഇനിയുമുണ്ട് 40-ന് ധാരാളം സവിശേഷതകൾ. ഒരുപക്ഷെ ക്രിസ്തുനാഥൻ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ട് ക്രിസ്തുനാഥൻ മരുഭൂമിയിൽ വിശന്ന് പരവശനായി ജീവിച്ചതും 40 ദിനരാത്രങ്ങളാണ്. സഭ ഇതാ നമ്മോട് ആവശ്യപ്പെടുന്നു, 40 ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് നൊയമ്പാചരണങ്ങൾ ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഓരോ വിഭൂതി ബുധനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള നമ്മുടെ സമയം ആഗതമായിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ കഴിയുക? ദൈവത്തിങ്കിലേക്ക് നാം തിരിയേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? വിശുദ്ധ മത്തായി സുവിശേഷകൻ 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നെ അനുഗമിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വന്തം കുരിശും വഹിച്ച് എന്നെ അനുഗമിക്കുക. സ്വന്തം കുരിശും വഹിച്ച് എന്നെ അനുഗമിക്കുക. ഓരോ വിഭൂതി ബുധനും നമ്മുടെയൊക്കെ ശിരസുകളിൽ ചാരത്തിൻ്റെ കുരിശുകൾ പാകുമ്പോൾ ഓർക്കുക, ദൈവമിതാ നമ്മെ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കുരിശും വഹിച്ച് എൻ്റെ പക്കലേക്ക് കടന്നു വരിക. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങളെ, ജീവിതത്തിൽ നാം നേരിടുന്ന ബുദ്ധിമുട്ടുകളാകുന്ന കുരിശുകളെ വഹിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ദൈവത്തോടൊപ്പം വസിക്കുന്ന, ദൈവത്തിലായിരിക്കുന്ന ഉപവാസത്തിൻ്റെ 40 ദിനരാത്രങ്ങൾ നമുക്കുണ്ടാകട്ടെ. ഒപ്പം ഓർക്കുക, കുരിശ് അത് വിശുദ്ധിയുടെ അടയാളമാണ്. നമുക്കത് വെറും ആഭരണമാകരുതേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സഹോദരരെ, പശ്ചാത്താപത്തിന്റെ അടയാളമായി നമ്മുടെ ശിരസിൽ പൂശുന്ന ഈ ക്ഷാരം പിതാവായ ദൈവം അവിടുത്തെ സമൃദ്ധമായ കൃപയാൽ കനിവാർന്ന് ആശീർവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എളിമയിൽ കനിയുകയും പരിഹാര പ്രവർത്തികളിൽ സംപ്രീതനാകുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കരുണയുടെ ചെവി ചായ്ക്കുകയും ഈ ക്ഷാരത്താൽ മുദിതരാകുന്ന അങ്ങേ ദാസരുടെ മേൽ അങ്ങേ അനുഗ്രഹത്തിന്റെ ധാര ദയാപൂർവം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ തപസ്സുകാലാചരണത്തിലൂടെ അങ്ങേ പുത്രന്റെ പെസഹ രഹസ്യം സംശുദ്ധമായ മനസ്സോടെ ആഘോഷിക്കുവാൻ അണയുന്നതിന് ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. മനുഷ്യ, നീ ഓർമ്മിക്കുക, നീ പൊടിയായതിനാൽ പൊടിയിലേക്ക് തന്നെ മടങ്ങും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. പ്രിയ സഹോദരരെ, എല്ലാ കാലയളവിലും നാം പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടവരാണ്. വിശിഷ്യ തപസ്സുകാലത്തെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ നമുക്ക് അർപ്പിക്കാം. പ്രിയമുള്ളവരെ, ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നിങ്ങൾ പ്രത്യധരിക്കുക. ക്രൈസ്തവ ജനം മുഴുവനും വേണ്ടി വിശുദ്ധമായ ഈ കാലയളവിൽ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വചനങ്ങളാലും സമൃദ്ധമായി പരിപോഷിപ്പിക്കപ്പെടുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനും വേണ്ടി പ്രശാന്തതയിലും സമാധാനത്തിലും നിലനിന്ന് നമ്മുടെ ഈ ദിനങ്ങൾ യഥാർത്ഥത്തിൽ കൃപയുടെയും രക്ഷയുടെയും സ്വീകാര്യമായ കാലയളവായി തീരുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപികൾക്കും ഉപേക്ഷ വരുത്തുന്നവർക്കും വേണ്ടി അനുരഞ്ജനത്തിന്റെ ഈ കാലയളവിൽ അവിടന്നിലേക്ക് തിരിച്ചു വരുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ പാപങ്ങളോട് വൈമുഖ്യം ഉളവാക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങേ ജനം അങ്ങിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുയുക്തമായ പ്രാർത്ഥനകളിലൂടെ അവർ യാചിക്കുവാൻ മുതിർന്നത് അങ്ങേ കാരുണ്യത്താൽ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. മനസ്സൊരുങ്ങി നാ
നാഥ കാഴ്ചയേകാനാ ഒരുമയോടി ബലിയിൽ ഒന്നു ചേരാനാ ഈ യാഗവസ്തുക്കൾ ഇന്നിവിടെ നാഥന്റെ ഈ യാഗവസ്തുക്കളിന്നിവിടെ നാഥന്റെ കൈകളിലേക ജീവിതം കാഴ്ചയായേക ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, തപസ്സുകാലത്തിൻ്റെ ആരംഭത്തിൽ ആഘോഷപൂർവം ഞങ്ങൾ ബലിയർപ്പിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രായശ്ചിത്തത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രവർത്തികൾ വഴി തിന്മ നിറഞ്ഞ ആസക്തികൾ നിയന്ത്രിച്ചുകൊണ്ട് മോചനം പ്രാപിച്ച് പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ പുത്രന്റെ പീഡാസഹനം ഭക്തിപൂർവം ആചരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനും ഇടയാക്കുമല്ലോ. ആകയാൽ എണ്ണമറ്റ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങ്
മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ
കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടം, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ ഞാൻ യോഗ്യനല്ല. യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച കൂദാശകൾ ഞങ്ങൾക്ക് പോഷണമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഉപവാസം അങ്ങേക്ക് പ്രീതികരവും ഞങ്ങൾക്ക് സൗഖ്യദായകവുമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ദൈവമേ, അങ്ങേ വൈഭവത്തിന് മുൻപിൽ വണങ്ങി നിൽക്കുന്നവരുടെ മേൽ പശ്ചാത്താപത്തിന്റെ അരൂപി ദയാപൂർവം ചൊരിയണമേ. അങ്ങനെ അനുതപിക്കുന്നവർക്ക് കാരുണ്യപൂർവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമ്മാനങ്ങൾ നേടാൻ ഇവരെ അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ നിരന്തരം അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.